എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് നാട്ടിൽ ജോലി ഇല്ലാണ്ട് എവിടെ പോയാൽ ജോലി കിട്ടുന്ന ആലോചിച്ച് നടക്കുന്ന സമയത്താണ് യൂറോപ്പിലേക്ക് പോയിട്ട് ഒന്ന് പച്ച പിടിപ്പിച്ചാലോ എന്ന് അല്ലാടെ മനസ്സിൽ നിന്ന് വന്നത്. ഒരു 6-7 വർഷം തൊട്ട് ഇപ്പൊ വരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് നൈസായിട്ട് പറക്കാം. ഇവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സിനും മാസ്റ്റേഴ്സ് എടുത്തവർക്കൊക്കെ ജോലി ശരിക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തെ കൺട്രീസിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ശരിക്കും എഞ്ചിനീയറിംഗ് സെക്ടറിൽ ജോലി നമുക്ക് ലഭിക്കുന്നുണ്ട്. പഠിക്കുന്നവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നാട്ടില് 25-30 ലക്ഷം രൂപയൊക്കെ ലോണൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇത് തിരിച്ചടക്കുകയും വേണം, എങ്ങനെയും എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ അതിന് ചിന്ത രീതിയിലാണ് ഇവിടെ ടെക്നിക്കൽ സ്റ്റുഡൻസ് പഠിക്കാൻ വന്നുള്ള അവസ്ഥ. ഇതിൽ പഠിക്കാൻ വന്നവരിൽ ഭൂരിപക്ഷം പേരും ഒരു 1.5 വർഷം പഠിച്ച് മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എവിടെയെങ്കിലും എങ്ങനെയും കയറണം, ഒരു വിസ സെറ്റപ്പ് ആക്കണം എന്ന ചിന്താ രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതില് എഞ്ചിനീയറിംഗിന്റെയും ടെക്നിക്കലായിട്ടുള്ള ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ അവസാനം വന്ന് എത്തിച്ചേരുന്നത് പല സെക്ടറിലും പല ഫീൽഡിലുള്ള ജോലികളിലായിട്ട് മാറും. അത് നാട്ടിൽ എഞ്ചിനീയറിംഗ് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ഇവിടെ വന്ന് ടെക്നിക്കൽ സബ്ജക്ട് എടുത്ത ആൾക്കാരെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അതിലൊരു 10% ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ ടെക്നിക്കൽ ഫീൽഡിൽ എഞ്ചിനീയറിംഗ് സെക്ടറിൽ ജോബ് കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വരുന്ന സമയത്ത് ഒന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ വേറെയും കുറെ രാജ്യങ്ങളുണ്ട്. ഇത് പറയുന്നത് UK പറ്റിയിട്ടാണ് പറയുന്നത്. UK ഒരു 10% ജോബ് മാത്രമാണ് ടെക്നിക്കൽ ഫീൽഡിൽ വരുന്നവർ കിട്ടുള്ളൂ. ഇത് UK ഗവൺമെന്റ് പുറത്തുവിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ്. കുറെ അധികം സ്റ്റഡീസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നാട്ടിൽ നിന്ന് വരുന്നവരും ഇനി മൈഗ്രേറ്റ് ചെയ്യാൻ ഇവിടേക്ക് വരുന്നവരും ഒന്ന് പുറകോട്ടൊന്ന് ആലോചിക്കണം. ഇതില് ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സ്ഥലമാണ് UK. UK ഒരു ടെക്നിക്കൽ ജോബുകൾ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഏരിയ. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഫുള്ളും UK ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ടെക്നിക്കൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. UK നമ്മൾ കൺട്രി ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറെ യൂറോപ്യൻ കൺട്രീസിൽ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ജോബുകൾ കിട്ടാൻ എളുപ്പമുള്ള കൺട്രീസും അവൈലബിൾ ആണ്. നമ്മൾ UK വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാനും ഇതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ടെക്നിക്കൽ ഫീൽഡിൽ ഡ്രാഫ്റ്റ് മാൻ ആയിട്ടും അതുപോലെ തന്നെ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആയിട്ടും പ്രൊപ്പോസൽ എഞ്ചിനീയർ ആയിട്ട് ഇവിടെ UK വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ടെക്നിക്കൽ ജോബ്സ് കിട്ടാൻ വേണ്ടിയിട്ട് UK ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളുടെ കൊളീഗ്സിനോടായാലും നിങ്ങൾ അറിയുന്ന ആരോട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര പാടാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് കുറെ ഫോർമാലിറ്റീസ് UK ഉണ്ട്. അതുപോലെ തന്നെ UK കുറെ മെമ്പർഷിപ്പ് ഉണ്ട്, കുറെ ലൈസൻസിങ് ഉണ്ട്. ഇതൊക്കെ ടെക്നിക്കൽ ഏത് ഫീൽഡിലായാലും എടുത്താൽ മാത്രമാണ് പെട്ടെന്ന് ഒരു ടെക്നിക്കൽ ഫീൽഡിൽ അഥവാ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നമുക്ക് ജോബ് പെട്ടെന്ന് ലഭിക്കുള്ളൂ. അപ്പോ ഇതൊരു പെട്ടെന്ന് കിട്ടണ ഒരു പരിപാടി അല്ലാന്ന് മനസ്സിലായില്ല. ഇപ്പോ ഇത് പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. UK ഒരു മാർക്കറ്റും ജോബ് മാർക്കറ്റും അതുപോലെ തന്നെ UK ജോബുകളുടെ എത്രത്തോളം ഉണ്ടെന്നും ഇൻഡസ്ട്രീസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സെക്ടറാണ് NHS എന്ന് പറയും. അതായത് ഹെൽത്ത് സെക്ടർ. ഹെൽത്ത് സെക്ടറാണ് UK ഏറ്റവും കൂടുതൽ എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ടർ. അത് ഗവൺമെന്റ് സെക്ടറാണ്. അതുകൊണ്ട് കുറെ അധികം ജോബുകളും ജോബ് ഓപ്പണിങ്ങുകളും ഇത് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടം പോലെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഹെൽത്ത് സെക്ടറാണ് UK വരുമ്പോൾ ജോബ് കിട്ടാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഫീൽഡ്. ടെക്നിക്കലും എഞ്ചിനീയറിംഗ് ഏരിയ അല്ല. അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നഗ്നമായ സത്യമാണ്. ടെക്നിക്കൽ ഏരിയയിൽ ജോബ് കിട്ടാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ്. അത് കിട്ടാണ്ട് എത്രയോ ഫ്രണ്ട്സും എത്രയോ കൊളീഗ്സും പല ഫീൽഡിലേക്കും ഇപ്പൊ ജോബിന് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൊളീഗ്സിനോട് ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും. പലരും അവസാനം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയും വിസ കിട്ടട്ടാന്ന് വിചാരിച്ചിട്ട് കിട്ടണ ഫീൽഡിലേക്ക് കയറും. എന്താ കാരണം, നമുക്ക് പൈസ സാധനമാണ് നമ്മളെ നാട്ടിൽ നിന്ന് റോൾ ചെയ്ത് വന്നൊക്കെ തിരിച്ചും കടക്കണല്ലോ. അപ്പൊ അതൊരു കാരണം കൊണ്ട് അങ്ങനെ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പോ വലിയ പാഷനേറ്റ് ആയിട്ട് ടെക്നിക്കലും എഞ്ചിനീയറിംഗ് സെക്ഷനിലൊക്കെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഫ്ലൈറ്റ് പിടിച്ചു വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കരയേണ്ടതായിട്ട് വരും. അത് യാതൊരു സംശയമില്ല. ടെക്നിക്കൽ ജോബുകൾ എന്ന് പറയുമ്പോൾ 10% നമുക്ക് ഇവിടെ ജോബ് നമുക്ക് കിട്ടും. അത് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. പ്രൊഡക്ഷൻ കമ്പനികൾ, വെയർ ഹൗസുകൾ, ആമസോൺ വെയർ ഹൗസുകളൊക്കെ ഒരിടത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കമ്പനികൾ പല ഇത് നമുക്കിപ്പോ പാക്കറ്റുകളാക്കിയിട്ട് വരുന്ന പല പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ക്രീമുകൾ, അങ്ങനെ പല സാധനങ്ങളും. ഇതിന്റെയൊക്കെ ഫുഡ് പ്രൊഡക്ട്സ്, ഇതിന്റെയൊക്കെ പാക്കിങ്ങും ഇതൊക്കെ നടക്കുന്നതൊക്കെ ഒരു പ്രൊഡക്ഷൻ ലൈനിലാണ്. പ്രൊഡക്ഷൻ ലൈനുമായി ബന്ധപ്പെട്ട് കുറെ ജോബുകളും അതായത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഏരിയയിലൊക്കെ ജോബുകൾ ടെക്നിക്കൽ സൈഡിൽ
അവൈലബിൾ ആണ്. പിന്നെ കൺസ്ട്രക്ഷൻ സൈഡിൽ ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ വിളരമാണ്. വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവിടെ ബിൽഡിങ്സ് ഒന്നും നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ പോലെ കെട്ടിപ്പൊക്കുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല. ഒരു 10-40 വർഷമായിട്ടുള്ള സെയിം ബിൽഡിങ്സും സെയിം വീടുകളും ഇൻഡസ്ട്രിയൽ ഏരിയസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ബൂമിങ് കുറച്ച് കുറവാണ്. എന്ന് പറയുമ്പോൾ തന്നെ അതില് സിറ്റികളിലേക്ക് പോയിട്ടുണ്ട്, ലണ്ടൻ ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ആയിട്ടും എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള മാനേജ്മെന്റ് സ്റ്റഡീസ്, ബിസിനസ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഒരു കൺസേൺ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, ആ താമസിക്കുന്ന ഏരിയയിൽ ആയിരിക്കണം നമുക്ക് ജോബ് തേടാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ എലിജിബിലിറ്റിയിൽ നമ്മളെ സെലക്ട് ചെയ്യില്ല. അപ്പൊ അതും ഒരു ഭാഗം തന്നെയാണ് ഇതിലെ. അപ്പോ പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഹെൽത്ത് സെക്ടർ ഏരിയയിൽ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്കും സ്റ്റേ ബാക്ക് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് വിസ കിട്ടാൻ പെട്ടെന്ന് എളുപ്പം ഹെൽത്ത് സെക്ടറിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ചേട്ടാ പോയിട്ട് ഹെൽത്ത് സെക്ടറിൽ പോയിട്ട് വർക്ക് ചെയ്യണമെന്ന്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് അതിന് മെയിൻ റീസൺ. അതിന് പല കാരണങ്ങളും ഉണ്ട്. ഒരു കാരണമാണ് അതിന് ഫ്ലെക്സിബിലിറ്റി, അതിന് വർക്കിംഗ് അവേഴ്സ്, 12 അവർ ഷിഫ്റ്റ് നമുക്ക് ലഭിക്കും. നമുക്ക് 3 ദിവസം ജോലി ചെയ്താൽ മതി. അങ്ങനെ മാറ്റങ്ങളോട് നമുക്ക് അധികം കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ നമുക്ക് ജോലി ചെയ്യണ്ട. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഹെൽത്ത് സെക്ടറിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വെച്ചാൽ Monday to Friday ഒരു 8 അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും. പക്ഷെ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും ഈ പറഞ്ഞതിൽ. പക്ഷേ ഹെൽത്ത് കെയർ സെക്ടർ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്, ജോലി കിട്ടാൻ കുറച്ച് എളുപ്പമാണ്. അതുപോലെ തന്നെ UK സംബന്ധിച്ചിട്ടാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് NHS ആണ് നമ്മുടെ ഹെൽത്ത് സെക്ടറിലെ ജോബുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സിറ്റിയിലും മെയിൻ ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. ആ ഹോസ്പിറ്റലിന്റെ അണ്ടറിൽ കുറെ എംപ്ലോയീസ്, കുറെ സെക്ടറിലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ജോബ് കൂടുതൽ NHS മേഖലയിലേക്ക് ഈ ജോബ് പോകാനുള്ള കാരണം. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ടെക്നിക്കൽ സൈഡിൽ ജോബ് കിട്ടാത്തതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കമ്പനികളോ കൺസ്ട്രക്ഷൻ കമ്പനി മിഡിൽ ഈസ്റ്റിലേക്കുള്ള പോലെ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ ഭൂമി നിൽക്കുന്ന ഒരു ഏരിയയാണ് കൺസ്ട്രക്ഷൻ കമ്പനീസ്. കൺസ്ട്രക്ഷൻ കമ്പനീസിന്റെ അണ്ടറിൽ തന്നെ ഒരു 1000 കണക്കിന് ജോബ് ടൈറ്റിൽസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനീസ് വളരെ കുറവാണ്. ഇല്ല എന്നല്ല പറയുന്നത്, 10% ഉണ്ട്. പക്ഷെ സിറ്റികളിലൊക്കെ പോയാലാണ് നമുക്ക് അങ്ങനെ ജോബുകളും കിട്ടുള്ളൂ. നമുക്ക് കൺസൾട്ടൻസി കമ്പനി, ഡിസൈൻ കമ്പനീസ് ഒക്കെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റികളിലേക്ക് ചിലപ്പോൾ മാറേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലം ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് സാലറി ഏതിനാണ് ഏറ്റവും കൂടുതൽ കിട്ടാന്ന്. ഹെൽത്ത് കെയർ സെക്ടറും എഞ്ചിനീയറിംഗ് സെക്ഷൻ വെച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി വൈസ് കൂടുതൽ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ജോബ്സ് തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. അത് ഹെൽത്ത് കെയർ സെക്ടറിൽ ഓരോ ഇയർ കഴിയുമ്പോൾ ഒരു 3 വർഷം 4 വർഷം കൂടുമ്പോൾ ഹൈപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ കയറുമ്പോൾ തന്നെ നല്ല സാലറിയിൽ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ തന്നെയായിരിക്കും. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ആരെങ്കിലും കിട്ടാൻ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല പാക്കേജ്, ഇനീഷ്യലി തന്നെ നല്ല പാക്കേജ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അത് ഭയങ്കര ഒരു കാരണം. കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോട്ടറിയാണ്. അതാ പറഞ്ഞത് 10% മാത്രമാണ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സൈഡിൽ ജോബ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലാംഗ്വേജ്. നമ്മുടെ നാട്ടിലെ തട്ടിക്കൂട്ടി ഇംഗ്ലീഷ് പിടിച്ച് വന്നിട്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒന്ന് ജോലി ചെയ്യാൻ നിന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി പോണ വഴി അറിയില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. നമുക്കത് പറയാനും അറിയണം, അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നമുക്കറിയാം ടെക്നിക്കൽ ഫീൽഡിൽ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം അവിടെ പോയി ഇംഗ്ലീഷിന്റെ പരിജ്ഞാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പ്രിസീസ് ആയിട്ട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. സംസാരിച്ചാൽ മാത്രം പോരാ, അതിപ്പോ അവര് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവാനും കൂടെയുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ടെക്നിക്കൽ ഫീൽഡിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ വരാൻ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരും അവരെ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇവിടെ വന്ന് ടെക്നിക്കൽ ജോബ് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് എനിക്ക് കയറണം താല്പര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് കുറച്ചും കൂടി ഇംപ്രൂവ് ആക്കിയിട്ട് കുറച്ചും കൂടി അതിനുള്ള ഐഡിയാസ് ഒക്കെ ആക്കി സംസാരിച്ച് നല്ല കോൺഫിഡൻസ് ആക്കി വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ ജോബിന് കയറാൻ പറ്റും. അത് ലാംഗ്വേജ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹെൽത്ത് കെയർ സെക്ടറിൽ അത് ആവശ്യമാണ്. പക്ഷെ ടെക്നിക്കൽ ഏരിയയിൽ കുറച്ചും കൂടി പ്രിസീസ് ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമാണ് ഇവിടെ ജോബിനെ പറ്റി തന്നെ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ജോബ് സെക്യൂരിറ്റി ആണ്. ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സമയത്ത് ഗവൺമെന്റ് ജോബിന് തന്നെയായിരിക്കും സെക്യൂരിറ്റി കൂടുതൽ, അത് യാതൊരു സംശയമില്ല. NHS ജോബിന് കയറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും 30, 40, 50 വർഷം കണ്ടിന്യൂസ് ജോലി ചെയ്ത്
അവരൊന്നും മാറി പോകുന്നില്ല കയറിയിട്ടുണ്ടെന്ന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അത്രയും സെക്യൂർഡ് ആണ് ഗവൺമെന്റ് ജോബ്സ് ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാല്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ജോബ് ആവുന്ന സമയത്ത് ടാക്സിന്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. ടെക്നിക്കൽ ജോബുകളിലെ ഭൂരിപക്ഷം കമ്പനികളും അതിലെ പ്രൈവറ്റ് കമ്പനികളായിരിക്കും. പ്രൈവറ്റ് കമ്പനികളാവുന്ന സമയത്ത് ടാക്സ് കുറച്ച് കുറവായിരിക്കും ഗവൺമെന്റ് സെക്ടറിനെ വെച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ ഹെൽത്ത് സെക്ടറിലാവുമ്പോഴും കുറച്ച് അലവൻസ് സാധനങ്ങളെ കൂടി ചേർത്ത് ടാക്സ് കൂടാൻ കുറച്ച് സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഏരിയയിൽ ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ടാക്സിന് അളവ് കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ സെക്യൂരിറ്റി എന്തോരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഒരു 6 months, ചില ഒരു 3 മാസമൊക്കെയാണ് പ്രൊബേഷൻ പീരീഡ് നമുക്ക് അലവ് ചെയ്തു തരാം. ഇതിനുള്ളിൽ നമ്മളെ പ്രൊബേഷൻ പീരീഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കമ്പനി പിടിച്ചു നിൽക്കാനുള്ള സാധ്യതകൾ കുറച്ചുകൂടി കൂടുതലാണ് നമുക്ക്. അപ്പൊ അതാണ് ഒരു പ്രൈവറ്റ് സെക്ടറിന് ഗവൺമെന്റ് സെക്ടറിന് വ്യത്യാസമുള്ളത്. അപ്പോൾ അതിലെ ടെക്നിക്കൽ ജോലികൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സെക്ടറിൽ നമുക്ക് കിട്ടും, പക്ഷെ അത് കുറച്ച് കുറവാണ്. പക്ഷെ പ്രൈവറ്റ് സെക്ടറിൽ ഇത് കമ്പനികളാണ് ടെക്നിക്കൽ ജോബിലിട്ട് ഏറ്റവും സൂപ്പർ. അതുപോലെ സാലറി നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ക്വാളിറ്റി നമ്മളെ ഉണ്ടായാൽ മാത്രമാണ് നമ്മളൊരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ജോലി ഇംഗ്ലീഷുകാരുടെ കൂടിയും അതുപോലെ തന്നെ വേറെ രാജ്യത്തുള്ള ആൾക്കാരും കൂടെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, നമ്മുടെ ടീമിലുണ്ടായിരിക്കും. അപ്പൊ അവരോട് പിടിച്ചു നിൽക്കണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊരു സബ്ജക്ട് നോളജും വേണം, അതുപോലെ നമ്മുടെ ലാംഗ്വേജ് വേണം, നമ്മുടെ പേഴ്സണാലിറ്റി വേണം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഫീൽഡിൽ UK ജോബ് കിട്ടാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ് അല്ലെ. ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോബ് എങ്ങനെ തേടാമെന്നതിനെ പറ്റിയിട്ട് ഒരു കൺഫ്യൂഷൻ ആദ്യമായിട്ട് വരുന്നവർക്ക് ഉണ്ടായിരിക്കും. നമ്മൾ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ ജോബുകളും ടെക്നിക്കൽ സൈഡിലെ ജോബുകൾ ലഭിക്കുന്നത് കൺസൾട്ടൻസി ത്രൂ ആണ്. ഒരു തേർഡ് പാർട്ടി ഒരു പോർട്ടൽ ഉണ്ടായിരിക്കും, വെബ്സൈറ്റ്, പിന്നീട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പല ചെറിയ ചെറിയ കൺസൾട്ടൻസികളുണ്ട്. നിങ്ങളുടെ എവിടെയാണ് താമസിക്കുന്നത് ആ കൺസൾട്ടൻസികളിൽ നമ്മുടെ CV രജിസ്റ്റർ ചെയ്യുക. CV രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ ഹെഡിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സജസ്റ്റ് ചെയ്ത് അവർ തരും. നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തരും. അതനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ അയച്ചാൽ ചോദിക്കും, നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെയ്ത് നമുക്ക് ക്ലയന്റിനെ അയച്ചു കൊടുക്കാമെന്ന് പറയും. നമ്മുടെ CV ക്ലയന്റിനെ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയർക്ക് അയച്ചു കൊടുക്കാന്ന് പറയും. സപ്പോസ് ക്ലയന്റ് ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആണ്, ഓൾറെഡി നിങ്ങളുടെ CV കണ്ടിട്ട് ഓക്കെ ആണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സെയിം ഫീൽഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 daysനുള്ളിലോ ഒരാഴ്ചക്കുള്ളിലോ ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ അതിനുള്ളിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് കൊണ്ട് നമുക്ക് ജോബിന് കയറാൻ പറ്റും. ഇത് ഡിപ്പെൻഡ് ഓൺ കമ്പനി. ചില കമ്പനീസ് 2-3 റൗണ്ട് ഇന്റർവ്യൂസ് വെക്കും. ചില കമ്പനികളൊക്കെ ഒറ്റ ഇന്റർവ്യൂവിൽ തന്നെ കയറി നെക്സ്റ്റ് ഡേ ആയിട്ട് വർക്ക് ചെയ്യാൻ പറയും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 3 months പ്രൊബേഷൻ പീരീഡ് എല്ലാ കമ്പനികളിലും ഉണ്ട്. അപ്പൊ നമുക്കും കമ്പനിക്കും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 months എന്ന് പറയുന്നത്. അതും സക്സസ്ഫുൾ ആയിരിക്കാം. ചില സമയം ചിലർക്ക് നമുക്ക് ഡ്രോപ്പ് ഔട്ട് ഉണ്ടായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചു പോലെ ആയിരിക്കില്ല നമ്മുടെ ടീം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ കൺസൾട്ടൻസികൾ ഇവിടെ ഭയങ്കര ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു ഭാഗം നിർവഹിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടൻസികളുടെ ത്രൂ ആണ് നമുക്ക് ജോബ് നമുക്ക് കിട്ടുള്ളൂ. ഡയറക്റ്റ് കമ്പനിയിൽ പോയിട്ട് നമുക്ക് CV ഇട്ടിട്ട് ജോബ് കിട്ടുന്നതൊക്കെ വളരെ കുറച്ചാണ്. കൺസൾട്ടൻസികളാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ക്ലയന്റ് അയച്ചു കൊടുത്തിട്ട് മാക്സിമം നമ്മളെ പറ്റി പ്രസന്റ് ചെയ്യും, ഈ കാൻഡിഡേറ്റ് എങ്ങനെയാണെന്ന്. അപ്പൊ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കും. ഇതാണ് ഒരു മെത്തേഡ് ഉള്ളത്. ഇതല്ലാതെ വെബ്സൈറ്റുകൾ, അത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. വെബ്സൈറ്റുകൾ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യുക, CV രജിസ്റ്റർ ചെയ്യുക, CV അയച്ചു കൊടുക്കുക, ഇതെല്ലാവരും ചെയ്യുന്ന പ്രോസസ്സാണ്. പക്ഷെ അതിലുപരി കൺസൾട്ടൻസികൾ നമ്മൾ താമസിക്കുന്ന ഏരിയക്ക് ചുറ്റും കൺസൾട്ടൻസികളുണ്ട്. അപ്പൊ അവിടെ പോയി സംസാരിച്ച് നമ്മളെ CVകൾ അയച്ചു കൊടുത്ത് കോൾ ചെയ്ത് അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ജോലി ഇന്റർവ്യൂ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ UK കൺസൾട്ടൻസികൾ ജോബ് കിട്ടാൻ, ടെക്നിക്കൽ ഫീൽഡിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു ഭാഗം തന്നെ വഹിക്കുന്നുണ്ട്. പിന്നെ UK എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹെൽത്ത് കെയർ സെക്ടറിലായാലും ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോബിലത്തെ കാര്യമായാലും ഇവിടെ ജോലി ചെയ്യുന്നവര് 1 വർഷം 2 വർഷം ഒരു കമ്പനിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല ജോലി ചെയ്യുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. നമുക്കൊരു ട്രെൻഡ് ഉണ്ട്, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി ഏപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ കമ്പനിക്ക് ചാടും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ അടുത്ത കമ്പനിക്ക് ചാടും. സാലറി നമുക്ക് കൂട്ടി ചോദിക്കാലോ. പക്ഷെ ഇവിടത്തെ കാര്യം നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 10-20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരാളെ കമ്പനിയിൽ നിന്ന് മാറി പോവുക. അപ്പൊ അതുകൊണ്ട് വരുന്ന ജോബ് ഓപ്പണിങ് വളരെ കുറവായിരിക്കും. നമ്മുടെ ഏരിയയിൽ ഇപ്പൊ ഇത്ര നമ്പർ ഓഫ് കമ്പനീസ് ആണ്, ടെക്നിക്കൽ കമ്പനീസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരാൾ റിട്ടയർഡ് ആയി പോയാലായിരിക്കും ചിലപ്പോൾ അടുത്തൊരു ഓപ്പണിങ് ആ ഒരു പോസ്റ്റിലേക്ക് വരണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് UK സംബന്ധിച്ചിട്ട്. UK കൂടുതൽ ആൾക്കാർ പെൻഷൻ പ്രായം ഒരു 65-69 വയസ്സ് വരെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ
നമ്മുടെ പോലെ നമ്മൾ വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് യു കെയിലേക്ക് വരുന്നത് നേരെ വിപരീതമാണ്. അപ്പോൾ ജോബിന് വരുന്ന ഓപ്പണിങ്സ് കുറച്ച് കുറവായിരിക്കും. അവര് മാറിപ്പോയാലാണ് ആ കസേര ഒഴിവായാലും അടുത്ത ആൾ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ലോങ് പീരീഡിൽ ഒരു കമ്പനിയിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ് ഇവിടെ യു കെയിൽ ജോലി ചെയ്യുന്ന ഒരു ഭൂരിപക്ഷം പേര്. പിന്നെ എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഭൂരിപക്ഷം കമ്പനികളിലും സെയിം ആയിരിക്കും, പ്രൈവറ്റ് സെക്ടറിലും കോമൺ ആയിരിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലാണ് കുറച്ചും കൂടി അലവൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. നമുക്കറിയാം ഗവൺമെന്റ് ആണ് അവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, ഗവൺമെന്റിന് ഫണ്ട് ഉണ്ട്. പ്രൈവറ്റ് സെക്ടർ ആവുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു 200 hours 210 hours ഇയർലി ലീവ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ കോമൺ ആയിരിക്കും. പിന്നെ പബ്ലിക് ആയിട്ട് വരുന്ന ഹോളിഡേയ്സ് ഉണ്ടായിരിക്കുമല്ലോ, പബ്ലിക് കലണ്ടർ ഹോളിഡേയ്സും ഇതും കോമൺ ആയിട്ട് വരുന്ന പ്രൈവറ്റ് എല്ലാ കമ്പനികളിലും സെയിം ആയിട്ടായിരിക്കും വരാം. പക്ഷെ ഇതില് പ്രൈവറ്റ് കമ്പനികളിൽ ഇപ്പൊ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഏരിയയിൽ നോക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ഒരു ഭൂരിപക്ഷം എല്ലാ ജോബുകളും ഉണ്ടായിരിക്കാം. അത് ഷിഫ്റ്റ് ബേസിൽ ജോലി 12 hour ഷിഫ്റ്റിൽ മൺഡേ ടു ഫ്രൈഡേ പോകുന്ന കമ്പനീസ് വളരെ കുറച്ചായിരിക്കും. മിക്കവാറും അതിൽ പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കും, 24 hours വർക്ക് ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. നോർമൽ ഡ്യൂട്ടി ഒരു പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം 8 hours ആയിരിക്കും, മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിൽ ചിലപ്പോൾ ജോലി ചെയ്യുന്നവർ 3 ദിവസം ജോലി ചെയ്യുള്ളൂ 12 മണിക്കൂർ വെച്ചിട്ട്. പക്ഷേ ടെക്നിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ കണ്ടിന്യൂസ് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പോകേണ്ട വരും. 8 തൊട്ട് 4 വരെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിന്റെ ഒരു മെയിൻ ഒരു ഡിഫറൻസ് അതാണ്. നമ്മൾ ഫുൾ വീക്ക് നമ്മൾ അലർട്ടായിട്ട് നമുക്ക് ജോലി ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, എങ്ങനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഞാൻ നല്ല എക്സ്പീരിയൻസ്ഡ് ഒരാൾ, മിഡിൽ ഈസ്റ്റിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഇവിടെ യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. എനിക്ക് 5 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെയാണ് ഞാനിപ്പോൾ ഒരു എന്നാ പറയുന്നത്, പഠിച്ചു കഴിഞ്ഞു, മാസ്റ്റേഴ്സ് എടുത്തു, പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ നമുക്ക് ജോബ് എങ്ങനെ തേടാന്ന് വെച്ചാൽ എന്താണ് മെയിൻ ക്രൈറ്റീരിയ എടുത്ത് പറയണ്ടത്. നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് അപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ പോസ്റ്റ് ഈക്വലി മാച്ച് ആയതുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ജോബ് കിട്ടും. അതാണ്. പിന്നത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ്, ലൈസൻസ്, അങ്ങനത്തെ ഓരോ ഫീൽഡിലും ലൈസൻസിങ് ഉണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡിലും ലൈസൻസിങ് ഉണ്ട്, അവിടെ തന്നെ ഓരോ സെക്ടറിലും ലൈസൻസിങ് ഉണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ ബോണസ് പോയിന്റ് ആണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ലാംഗ്വേജ്, എങ്ങനെ ബിഹേവ് ചെയ്ത്, എങ്ങനെ സംസാരിക്കുന്നു, ഇതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ടെക്നിക്കൽ നോളജ് ഒന്നൊരു ഡീപ്പായിട്ടുണ്ട്. വെറുതെ പുറത്തെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിലല്ല. ഇവിടത്തെ ഒരു ഭൂരിപക്ഷം എല്ലാ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്കും നല്ല നോളജ് ഉണ്ടായിരിക്കും, നമ്മളെ പറ്റിയിട്ടും അതായത് സബ്ജക്റ്റിനെ പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കും. മിഡിൽ ഈസ്റ്റിലെ ഞാൻ നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത ഒരു ഇത് വെച്ച് പറയുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിലാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മാനേജർക്ക് ചിലപ്പോൾ എല്ലാ കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു വിവരം ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് മാനേജറോ അല്ലെങ്കിൽ മെയിൻ മാനേജറോ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് എല്ലാ ഏരിയയിലും, സപ്പോസ് ഇപ്പോൾ സ്റ്റാർട്ട് ഇനീഷ്യേഷൻ തൊട്ട് അതിന്റെ അവസാന ഘട്ടം വരെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല നോളജ് ആ മാനേജർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഒരു കാരണവശാലും നമ്മളെ ഒരു കാര്യം സ്കിപ്പാക്കാനോ ഒരു കാര്യം നമുക്ക് മറച്ചു വെച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാനോ ഒന്നും പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല നോളജ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, മിഡിൽ ഈസ്റ്റിലാവുന്ന സമയത്ത് ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 3-4 പേര് നമുക്ക് താഴെ നമ്മുടെ ടീമിലുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ടെക്നിക്കൽ പ്രൈവറ്റ് സെക്ടറിൽ ചെയ്യുന്ന എല്ലാ എഞ്ചിനീയറിംഗ് സെക്ഷനിലെ ജോലികളും ചിലപ്പോൾ നമ്മൾ 2-3 വരെ ജോലി ചിലപ്പോൾ നമുക്ക് ഒരാൾക്ക് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ വെച്ചാൽ അങ്ങനെ നമുക്കൊരു ടീം ഉണ്ടാവും. സപ്പോസ് ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 6-7 പേര് അടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ കഴിഞ്ഞാൽ ഡിസൈനർ ഉണ്ടായിരിക്കാം, ഡ്രാഫ്റ്റ്മാൻ ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റി സർവേയർ ഉണ്ടായിരിക്കാം, പ്രൊക്യൂർമെന്റ് ടീമിലത്തെ ഒരാളുണ്ടായിരിക്കും. ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സൂപ്പർവൈസർ, ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ വന്ന സമയത്ത് 2-3 ജോബിലത്തെ ടൈറ്റിൽ കൂടിയിട്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് അത്രയും നോളജ് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതൊക്കെ കൂടി നോക്കിയിട്ടായിരിക്കും ടെക്നിക്കൽ ഫീൽഡിൽ ഒരാളെ ഒരു ഹയർ ചെയ്യാം. അതുകൊണ്ടാണ് സാലറി അവർ കൂടുതലായിരിക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും ജോലി മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മള് അവിടെ പോയിട്ട് നമ്മളെ കയ്യിലായിരിക്കും ഒരുവിധം ആ കാര്യങ്ങളല്ലാതും. ഓഫീസ് ജോബിലെ ആയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഡേയില് വരുന്ന എല്ലാ റോളുകളും ഫുള്ള് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ വേറൊരാൾക്ക് പകുതി റോള് നമുക്ക് കൊടുക്കാനോ എന്താ പറയുന്നത് പകുതി ജോബ് ഡ്യൂട്ടി സ്പ്ലിറ്റ് കൊടുക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഫാമിലി ഓൺഡ് ആയിട്ട് കമ്പനികളായിരിക്കാം. ചിലപ്പോൾ ചെറിയ 10-50-60 പേര് അടങ്ങുന്ന ഒരു കമ്പനികളായിരിക്കാം. അത് വലിയ കമ്പനികളായ MNC കമ്പനികൾ ഉണ്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ചെറിയ കമ്പനികൾ ഓരോ ടൗണിലും ഉണ്ടായിരിക്കും.
60-70 പേരൊക്കെ വർക്ക് ചെയ്യുന്നവർ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു ടീമൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UK ചെറിയ കമ്പനീസും ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ അവർ നന്നായിട്ട് പേ ചെയ്യുന്ന കമ്പനികളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജോബ് റോളുകൾ വരുന്ന സമയത്ത് നമ്മൾ കുറെ അധികം റോളുകൾ ഒരുമിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കണം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ജോബിൽ വർക്ക് ചെയ്യണം, പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം താല്പര്യമുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു 10% മാത്രമാണ് നമുക്ക് ജോലി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് കിട്ടില്ല, ചിലപ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് മുന്നും പിന്നും ഒന്ന് ആലോചിച്ചതിന് ശേഷം UK ഫ്ലൈറ്റ് പിടിച്ചാൽ മതി. അതായത് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഏരിയയിൽ ജോബ് ചെയ്യണമെന്ന് താല്പര്യം, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ഏരിയയിൽ ജോബ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ഫീൽഡ് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷെ ബാക്കിയുള്ള കോറായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടല്ലോ എഞ്ചിനീയറിംഗിന്റെ, ഈ സബ്ജക്ട്സിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. 10% മാത്രമാണ് കിട്ടുള്ളൂ. നിങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കിക്കോ, ഗവൺമെന്റ് പുറത്തോട്ട് റിപ്പോർട്ടുകൾ കുറവുണ്ട്, അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെൽത്ത് കെയർ സെക്ടറിലാണ് 90% ആളുകൾക്ക് ജോലി കിട്ടാനും വർക്ക് വിസ ലഭിക്കാനും സാധ്യതകൾ വളരെയധികം കൂടുതലുള്ളത്. കാരണം അതുപോലെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കെയർ സെക്ടറിനെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ടെക്നിക്കൽ ഫീൽഡിൽ പ്ലാൻ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കണം, നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും അതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ നമുക്കൊരു എന്നാ പറയുന്നത് 3-4 റോളുകളെ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നോളജ് കൂടെ വേണം. ഒരു മാനേജ്മെന്റ് ടീമിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള വിവരം കൂടി വേണം. പിന്നെ നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏത് ടോപ്പിക്കിനെ ഏതൊരു ജോബിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് മാക്സിമം റിസർച്ച് ചെയ്യാം. റിസർച്ച് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ചിലപ്പോൾ UAE പ്രാക്ടീസ് ചെയ്ത പല കാര്യങ്ങളായിരിക്കില്ല ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇവിടെ ചിലപ്പോൾ ഫുൾ മാനുവൽ ആയിരിക്കും, വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ പേപ്പർ വർക്ക് ആയിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ അതിനും നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സോഫ്റ്റ്വെയർസ് കൂടി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളൊരു ചലഞ്ചാണ്. നമുക്ക് ടെക്നിക്കൽ ജോബ്, എഞ്ചിനീയറിംഗ് ജോബ് കിട്ടിയിട്ടേ ഞാൻ ജോലിക്ക് പോകുള്ളൂ എന്ന് ദൃഢനിശ്ചയം എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ദിവസം ഒരു 50 ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ബായി കൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച കൂടി ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ 1 ഇയറിനുള്ളിൽ വിളിക്കും. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ ഒരു ജോബ് പോവും, പിന്നെ അടുത്ത ജോബ് കിട്ടും, പിന്നെ വീണ്ടും ജോബ് പോവും, ചിലപ്പോൾ 3, 4, 5 ജോബ് പോവും. ചിലപ്പോൾ എന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കിട്ടണം നമുക്ക്. അപ്പൊ കീപ്പ് ഓൺ ട്രൈ. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോബ് കിട്ടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ കിട്ടും. ക്യാമ്പസ് സെലക്ഷൻ വെച്ചിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നവരുണ്ട്. പക്ഷെ ഇതിൽ ഭൂരിപക്ഷം പേരും സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് കിട്ടാൻ ജോലിക്ക് കയറും. പക്ഷെ അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് 10-15 വർഷം ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ജോലി തേടാൻ നോക്കുന്ന സമയത്ത് ജോബ് ചിലപ്പോൾ കിട്ടില്ലല്ലോ. അവരെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫീൽഡ് ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, ഒരു പ്രൊഫഷൻ അവരുടെ. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടത്തെ എന്താ പറയുക, ഇവിടത്തെ എക്സ്പെൻസും കാര്യങ്ങളുടെ പുറകിൽ വരുന്നുണ്ടായിരിക്കും, അത് നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാൻ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് വരാം. പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലി എന്തായാലും കിട്ടും. അപ്പോൾ ഡോണ്ട് വറി, കീപ്പ് ഓൺ ട്രൈ. അപ്പൊ ഞാൻ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി ഇങ്ങോട്ട് വിസിറ്റ് വരാൻ കേൾക്കുന്നവർ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആരോട് വേണം ചോദിച്ചോ, ടെക്നിക്കൽ ഫീൽഡിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ സബ്ജക്ട് നോളജ് ഉണ്ടാക്കുക. ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ട് എന്താണ് ഇവിടുത്തെ കാര്യം, ഇവിടുത്തെ എംപ്ലോയീസ് എന്താണ് ആവശ്യപ്പെടുന്നത്, അത് കൂടുതൽ അറിയുക. അത് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇന്റർവ്യൂവിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ ഈ ഫീൽഡ് ടെക്നിക്കൽ ഫീൽഡിന് ഡൗട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് മെയിൽ ചെയ്യാം. അപ്പോൾ എനിക്കറിയുന്ന വിശദമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ടെക്നിക്കൽ സബ്ജക്റ്റിൽ ഇവിടെ ജോലി ചെയ്യുന്നവരും ഇനി വിസ കിട്ടി വരുന്നവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക, ഒരു ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ബട്ടൺ അടിക്കുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.